Okay, hi everyone. So we are continuing with the last topics. We have discussed fitness, wellness, health, everything, and we are going into the details of these three topics. Okay, first we will go through the health, dimensions of health. You can see the picture. These are the main dimensions of health. One is physical, of course you know it, physical health, of course, and occupational dimension of health, social dimension of health, emotional dimension of health, intellectual dimension of health, and spiritual dimension of health. So these much dimensions are there. We will go to the details of these dimensions. Okay. First one is physical dimension. The physical dimension recognizes the need for regular physical activity. Of course, health is dependent on your regular physical activity, of course, that can keep you fit and healthy. Physical development encourages learning about diet and nutrition while discouraging the use of tobacco, drugs and excessive alcohol consumption. This is another point to be discussed. Physical dimension always encourages the learning about diet, nutrition, proper dieting, proper exercising, diet, etc. And it discourages the use of tobacco, drugs and excessive alcohol, which may harmfully affect your health. Okay. As you travel the wellness path, you have strived to spend time building physical strength, flexibility and endurance while also taking safety precautions so you may travel your path successfully, including medical self-care and appropriate use of medical system. In the physical dimension, നമ്മളൊരു വെൽനസ് പാത്തിൽ നമ്മൾ ഗുഡ് ചോയ്സസിലൂടെ വെൽനസ് പാത്തിലോട്ട് നമ്മളിങ്ങനെ പോവുകയാണെങ്കിൽ അതിനകത്ത് സ്ട്രെങ്ത്, ഫ്ലെക്സിബിലിറ്റി, എൻഡുറൻസ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. എന്താണ് സ്ട്രെങ്ത്, എന്താണ് ഫ്ലെക്സിബിലിറ്റി എന്നൊക്കെ നമ്മൾ പിന്നാലെ വരുന്നുണ്ട്. ആൻഡ് പ്ലസ് മെഡിക്കൽ സെൽഫ് കെയർ, നമുക്ക് സമയാസമയങ്ങളിൽ ചെക്കപ്പുകൾ നടത്തുക, എന്തെങ്കിലും തരത്തിലുള്ള സിംറ്റംസ്, ഹെൽത്ത് പ്രോബ്ലംസ് വരുമ്പോൾ നമ്മളതിനെ മറികടക്കുന്ന രീതിയിലുള്ള മെഡിക്കൽ സിസ്റ്റംസിനെ യൂസ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഫിസിക്കൽ ഡയമെൻഷനിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഹെൽത്തിന്റെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് ഫിസിക്കൽ ഡയമെൻഷൻ. ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമൊക്കെ ആയിട്ടുള്ള അപ്പൊ എക്സസൈസുകൾ വരുന്നു, ഗുഡ് ഹാബിറ്റ്സ് വരുന്നു, അവോയ്ഡിങ് യൂസേജ് ഓഫ് ടൊബാക്കോ, ഡ്രഗ്സ് ആൻഡ് എക്സസീവ് ഇത് വരുന്നു, ഇംപ്രൂവ്മെന്റ് ഓഫ് സ്ട്രെങ്ത്, ഫ്ലെക്സിബിലിറ്റി, എൻഡുറൻസ് വരുന്നു. ദെൻ മെഡിക്കൽ കെയർ, സെൽഫ് കെയർ, എപ്പോഴും നമ്മൾ അവെയർ ആയിരിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള സിംറ്റംസ്, കാര്യങ്ങൾ, സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ഒരു മെഡിക്കൽ എക്സാമിനേഷന് പോവുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. നെക്സ്റ്റ് ഇസ് ഒക്യുപേഷണൽ ഡയമെൻഷൻ. The occupational dimension recognizes personal satisfaction and enrichment is in one's life through work. നമ്മൾ ചെയ്യുന്ന ജോലിയിലൂടെ നമുക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുക, എൻറിച്ച്മെന്റ്, ലൈഫിൽ പല രീതിയിലുള്ള ഉയർച്ചകളും കാര്യങ്ങളും സാധനങ്ങളൊക്കെ നമുക്ക് ജോലിയിലൂടെ വളരെ പ്ലസന്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറുള്ള ഒരു വർക്കിംഗ് പ്ലേസ് ഉണ്ടാവുക എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്തൊക്കെ പറയുന്നത്. At the center of occupational wellness is the premises that occupational development is related to one's attitude towards one's work. ഒരാളുടെ ജോലിയോടുള്ള ഒരാളുടെ മനോഭാവം എന്താണോ അതിനനുസരിച്ചിരിക്കും അയാളുടെ ജോബ് സാറ്റിസ്ഫാക്ഷൻ ലെവൽ എന്ന് പറയുന്നത്. എപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള ഒരു ജോലിയിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. നമുക്ക് ഇഷ്ടമുള്ള ഒരു ജോലി ചെയ്യുക, അതിനോടുള്ള ആറ്റിറ്റ്യൂഡ്, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക, അതിൽ വരുന്ന അച്ചീവ്മെന്റ്സിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക, അതുകൊണ്ട് മറ്റുള്ളവർക്ക് കിട്ടുന്ന ഉപകാരങ്ങളിൽ നമുക്ക് സന്തോഷം കിട്ടുക എന്നൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന സാധനമാണ് പ്രധാനമായിട്ട് ഇതിനകത്തേക്ക് വരുന്നത്. ഇറ്റ് ഈസ് ബെറ്റർ ടു ചൂസ് എ കരിയർ വിച്ച് ഈസ് കൺസിസ്റ്റന്റ് വിത്ത് അവർ പേഴ്സണൽ വാല്യൂസ്, ഇൻട്രസ്റ്റ് ആൻഡ് ബിലീഫ്സ് ദാൻ ടു സെലക്ട് വൺ ദാറ്റ് ഈസ് അൺറിവാർഡിംഗ് ടു അസ്. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടാൻ സാധ്യതയില്ലാത്ത തരത്തിലുള്ള നമ്മുടെ വാല്യൂസ്, നമ്മുടെ മൂല്യങ്ങൾ, നമ്മുടെ താല്പര്യങ്ങൾ, നമ്മുടെ ബിലീഫ്സ്, നമ്മുടെ വിശ്വാസങ്ങൾക്കൊക്കെ ചേർന്നു പോകുന്ന രീതിയിലുള്ള ഒരു കരിയർ ചൂസ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. അത്തരം കരിയറിന് മാത്രമേ നമുക്ക് ഇങ്ങോട്ട് എന്തെങ്കിലും റിവാർഡ് ചെയ്യുന്ന രീതിയിൽ നമുക്കും കൂടെ ബെനിഫിഷ്യൽ ആവുക. ഞാൻ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് മാത്രമല്ല പറയുന്നത്, നമുക്കൊരു ജോബ് സാറ്റിസ്ഫാക്ഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിനകത്തേക്ക് നമുക്ക് കിട്ടുള്ളൂ. ഇറ്റ് ഈസ് ബെറ്റർ ടു ഡെവലപ്പ് ഫങ്ഷണൽ ട്രാൻസ്ഫറബിൾ സ്കിൽസ് ത്രൂ സ്ട്രക്ചേർഡ് ഇൻവോൾവ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ദാൻ ടു റിമെയിൻ ഇനാക്റ്റീവ് ആൻഡ് അൺഇൻവോൾവ്. നമ്മളൊരു ജോലിയിൽ അൺഇൻവോൾവ്ഡ് ആയിരിക്കുക,
അതിനകത്ത് വളരെ ഇനാക്റ്റീവായി പോവുക എന്നൊക്കെ പറയുന്നത് നമുക്കെന്താ പറയുക, വളരെയധികം കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഹെൽത്തിനെയോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളെയോ ഒക്കെ ബാധിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് അത് പോകാം. അപ്പം സാറ്റിസ്ഫൈഡ് ആയിരിക്കുക, അതിനുള്ള ട്രെയിനിങ് നമ്മൾ കറക്റ്റായിട്ട് സ്ട്രക്ചേർഡ് ട്രെയിനിങ്ങിലേക്ക് പോവുക, അതിലൂടെ നമ്മുടെ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യുക, ആ ഇമ്പ്രൂവ്മെന്റ് നമുക്ക് നമ്മുടെ ജോലിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുക, ഇതൊക്കെയാണ് ഇതിന്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പം ഒക്യുപേഷണൽ ഡയമെൻഷൻ ഓഫ് ഹെൽത്ത് എന്നിട്ട് പറയുന്നത് പ്രധാനമായിട്ട് ജോലിയോടുള്ള ആറ്റിറ്റ്യൂഡ്, ജോലിയിൽ നിന്ന് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. നെക്സ്റ്റ് സോഷ്യൽ ഡയമെൻഷൻ. The social dimension encourages contributing to one's environment and community. നമ്മൾ നമ്മുടെ ജീവിക്കുന്ന സൊസൈറ്റി, കമ്മ്യൂണിറ്റി, എൻവയോൺമെന്റിൽ തിരിച്ചെന്ത് കൊടുക്കുന്നു എന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് ഇതിനകത്തേക്ക് പ്രധാനമായിട്ട് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സൊസൈറ്റിയിൽ നമുക്ക് നമ്മുടെ ഒരു റോൾ എന്താണ് എന്ന് നിശ്ചയിക്കപ്പെടുന്നത് ഈ പറയുന്ന ഒരു കൊടുക്കലിലൂടെയാണ്. നമുക്ക് നമ്മുടെ ഫാമിലിക്ക് കൊടുക്കാം, അല്ലെങ്കിൽ നൈബറിംഗ് സൊസൈറ്റി തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ നമുക്ക് കോൺട്രിബ്യൂഷൻസ് ആവാം. അപ്പോൾ അത്തരം കോൺട്രിബ്യൂഷൻസിലൂടെയാണ് നമുക്ക് സോഷ്യൽ റെക്കഗ്നേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെയധികം എന്താ പറയുക ഡിഫൈൻ ചെയ്യപ്പെടുന്നത്. ഇറ്റ് എംഫസൈസസ് ദ ഇൻഡിപെൻഡൻസ് ബിറ്റ്വീൻ അതേഴ്സ് ആൻഡ് നാച്ചർ. ഒരു പ്രകൃതി നാച്ചർ എന്നാ പറയുക. അപ്പം നമ്മൾക്ക് വളരാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ വേറെ ഇറക്കിയിരിക്കുന്നത് നമ്മുടെ ചുറ്റുമുള്ള സൊസൈറ്റിക്കകത്ത് തന്നെയുള്ളത്. അപ്പോൾ അവിടുന്ന് ഒരു തരം റെസിപ്രോക്കൽ, നമ്മൾ അങ്ങോട്ട് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു അതുപോലെ ഇങ്ങോട്ട് എന്ത് എടുക്കാൻ കഴിയുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ഇറ്റ് ഈസ് ബെറ്റർ ടു കോൺട്രിബ്യൂട്ട് ടു ദ കോമൺ വെൽഫെയർ ഓഫ് അവർ കമ്മ്യൂണിറ്റി ദാൻ ടു തിങ്ക് ഓൺലി ഓഫ് അവർ സെൽസ്. വളരെ സ്വാർത്ഥമായിട്ട് ആ രീതിയിൽ പിന്നെ മുന്നോട്ട് പോകുന്നതിനെക്കാട്ടും എന്തുകൊണ്ടും അഡ്വൈസബിൾ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കോൺട്രിബ്യൂട്ട് ടു ദ കോമൺ വെൽഫെയർ ഓഫ് ദ കമ്മ്യൂണിറ്റി. നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ കമ്മ്യൂണിറ്റി, നമ്മുടെ സൊസൈറ്റി, അതിലേക്ക് നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും സംഭാവനകളും കാര്യങ്ങളും തീർച്ചയായിട്ടും നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം. അതും നമ്മുടെ ഒരു ഹെൽത്തിന്റെ ഡയമെൻഷനായിട്ട് തന്നെ നമുക്ക് കാണാവുന്നതാണ്. It is better to live in harmony with others and our environment than to live in conflict with them. അപ്പം നെയ്ബറിംഗ് സൊസൈറ്റി അല്ലെങ്കിൽ സറൗണ്ടഡ് സൊസൈറ്റി ആയിട്ട് നമ്മൾ എപ്പോഴും കോൺഫ്ലിക്റ്റ് ആവുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നമുക്ക് ഒരുപാട് സ്ട്രെസ് ഫാക്ടേഴ്സ് ആയിട്ട് വരുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പം സൊസൈറ്റിയുമായിട്ട് എപ്പോഴും നമ്മളൊരു ഹാർമണി, വളരെ നല്ലൊരു ബന്ധം നമ്മുടെ ഒരു എൻവയോൺമെന്റുമായിട്ട് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നെക്സ്റ്റ് ഇസ് ഇന്റലക്ച്വൽ ഡയമെൻഷൻ. The intellectual dimension recognizes one's creative, stimulating mental activities. നമ്മളെപ്പോഴും ക്രിയേറ്റീവ് ആയിരിക്കുക, നമ്മുടെ ജോലിയിലും നമ്മുടെ ആക്ടിവിറ്റീസിലും ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാനും ഇൻവോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സ്വയം നമുക്കൊരു ഒരുതരം മെന്റൽ സ്റ്റിമുലേഷൻ ഉണ്ടായിരിക്കുക, നമ്മളെപ്പോഴും എനർജറ്റിക് ആയിരിക്കാനൊക്കെ ഇത് വളരെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. വെൽ person expands his knowledge or her knowledge and skills while discovering the potential of sharing his or her gifts with others. നമുക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാനും നമ്മുടെ അറിവുകൾ, നമ്മുടെ നോളജ്, നമ്മുടെ സ്കിൽസ് തുടങ്ങിയ കാര്യങ്ങൾ, നമ്മുടെ കഴിവുകളെല്ലാം തന്നെ മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്രദമായ രീതിയിൽ വിനിയോഗിക്കുക എന്നുള്ളതൊക്കെയാണ് ഈ ഡയമെൻഷനിൽ പറയുന്നത്. ഇറ്റ് ഈസ് ബെറ്റർ ടു സ്ട്രെച്ച് ആൻഡ് ചലഞ്ച് അവർ മൈൻഡ്സ് വിത്ത് ഇന്റലക്ച്വൽ ആൻഡ് ക്രിയേറ്റീവ് പെർസ്യൂട്ട്സ് ദാൻ ടു ബിക്കം സെൽഫ് സാറ്റിസ്ഫൈഡ് ആൻഡ് അൺപ്രൊഡക്റ്റീവ്. നമ്മൾ അൺപ്രൊഡക്റ്റീവായിട്ട് ഒരു സെൽഫ് സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കുന്നതിനെക്കാട്ടും എത്രയോ നല്ല കാര്യമാണ് പുതിയ പുതിയ ചലഞ്ചുകൾസ്, പുതിയ ഇന്റലക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ പുതുതായിട്ട് നമുക്ക് ആലോചിച്ച് കണ്ടെത്തി അതിലേക്കൊക്കെ നമ്മുടെ ശ്രദ്ധകൾ പോവുകയും അത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിട്ട് തീരുക എന്നൊക്കെയാണ് ഈ ഇന്റലക്ച്വൽ ഡയമെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളെ മൈൻഡ് എപ്പോഴും എന്തായിരിക്കും വളരെ പോസിറ്റീവായി പുതിയ പുതിയ കാര്യങ്ങൾ എന്തുണ്ട്, പുതിയ ഡെവലപ്മെന്റ് എന്തുണ്ട്, അത് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഇന്നർ എർജ് നമുക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ബെറ്റർ ടു ഐഡന്റിഫൈ പൊട്ടൻഷ്യൽ പ്രോബ്ലംസ് ആൻഡ് ചൂസ് അപ്രോപ്രിയേറ്റ് കോഴ്സസ് ഓഫ് ആക്ഷൻ ബേസ്ഡ് ഓൺ അവൈലബിൾ ഇൻഫർമേഷൻ ദാൻ ടു വെയിറ്റ്, വറി ആൻഡ് കണ്ടന്റ് വിത്ത് മേജർ കൺസേൺസ് ലേറ്റർ. എന്തെങ്കിലും ഒരു കാര്യം എന്താണ് വരാൻ പോകുന്നതെന്നും എന്താണ് പ്രോബ്ലംസ് വരാൻ പോകുന്നതെന്നും അതിന്റെ റെമഡീസ് എന്താണെന്നും ഒക്കെ വളരെ നേരത്തെ തന്നെ നമ്മൾ ചിന്തിച്ച് അത് പ്രാവർത്തികമാക്കി കഴിയുമ്പോൾ നമുക്കൊരു വലിയ ഇഷ്യൂസ് ഇല്ലാതെ, വലിയ ഇഷ്യൂസിനകത്ത് നമ്മൾ ഇൻവോൾവ് ആകാതെ അങ്ങനെ പോകാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇഷ്യൂസ് വന്നു കഴിഞ്ഞ് പിന്നെ അതിനെപ്പറ്റി വറി ചെയ്തു, സ്ട്രെസ്സായി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നമ്മൾ വളരെ ഇന്റലക്ച്വലായിട്ട് ചിന്തിച്ച് വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് കൃത്യമായിട്ട് ചെയ്തു പോവുക എന്നുള്ളത് തന്നെയാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇന്റലക്ച്വൽ ഡയമെൻഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് സ്പിരിച്വൽ ഡയമെൻഷൻ. ദ സ്പിരിച്വൽ ഡയമെൻഷൻ recognizes our search for meaning and purpose in human existence. It includes the development of a deep appreciation for the depth and expanse of life and natural forces that exist in the universe. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്തിന്, നമ്മുടെ ലൈഫിന്റെ ഒരു മീനിങ്ലെസ് ലൈഫ്, ഒരുപാട്
ക്യാഷ് ഉണ്ട് അല്ലെങ്കിൽ ഒരുപാട് നല്ല ജോലിയുണ്ട് അതുകൊണ്ടൊന്നും മാത്രം നമുക്കൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ലൈഫ്, ഒരു പോസിറ്റീവ് ലൈഫ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ എപ്പോഴും ഒരു മീനിങ് ഫുൾനെസ് ഉണ്ടായിരിക്കുക, അതിനെപ്പോഴും ഒരു സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ഒരു ഫാക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം നമുക്ക് ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും വളരെ നാച്ചുറൽ ആയിട്ടുള്ള ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ സഹായിക്കുന്ന ഒരു പാർട്ടാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പാർട്ടും കൂടെ വരുമ്പോഴാണ് ഹെൽത്തിൻ്റെയും അതുപോലെ വെൽനെസ്സിൻ്റെയൊക്കെ ഒരു പാതയിലേക്ക് നമ്മൾ എത്തുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുക. സ്പിരിച്വാലിറ്റി ഏത് തരത്തിലുള്ള സ്പിരിച്വാലിറ്റി ആയാലും കുഴപ്പമില്ല. എന്താ പറയുക, നമുക്കൊരു നാച്ചുറൽ ഫോഴ്സസ്, നമ്മളെ ലീഡ് ചെയ്യുന്ന നാച്ചുറൽ ഫോഴ്സസ് ഉണ്ട്. ആ ഫോഴ്സ് പല പേരുകളിൽ ആയിട്ട് അറിയപ്പെടുന്നതൊക്കെ ഉള്ളൂ. അപ്പം അതിൽ നിങ്ങൾക്ക് സൗകര്യപ്രദമായിട്ടുള്ള ഒരു സ്പിരിച്വൽ എന്താ പറയുക അവേക്കനിങ് അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ലൈഫ് ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. You all know you are becoming spiritually well when your actions became more consistent with your beliefs and values, resulting in a world view. അത് വളരെ ശരിയാണ്. When your actions become more consistent with your beliefs and values, നമ്മുടെ മൂല്യങ്ങളും നമ്മുടെ വിശ്വാസങ്ങളുമായിട്ട് ഒത്തുചേർന്ന് പോകുകൊണ്ട് ഉള്ളൊരു കാര്യങ്ങളാണ് നമ്മൾ റെഗുലറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മൾ സ്പിരിച്വലി അഫക്റ്റഡ് ആവും ശരിക്കും പറഞ്ഞാൽ. കാരണം നമ്മൾ ചെയ്യാനുള്ളത് വളരെ പെർഫെക്റ്റായിട്ട് ചെയ്തു വെക്കുകയും ആ ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലല്ല, അത് വന്നോളും എന്നൊക്കെയുള്ള തരത്തിലുള്ളൊരു വിശ്വാസം. അതിൽ തന്നെ ചില കാര്യങ്ങളിൽ നെഗറ്റീവായിട്ട് വന്നാലോ ഒക്കെ നമുക്കത് നമ്മുടെ ഭാഗം അല്ല, നമ്മുടെ പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ കാണാനൊക്കെ കഴിയുന്നത് ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ ഉയരുമ്പോഴാണ്. നെക്സ്റ്റ് ഇസ് ഇമോഷണൽ ഡയമെൻഷൻ. The emotional dimension recognizes awareness and acceptance of one's feelings. നമ്മുടെ ഇന്നർ ഫീലിങ്സ്, ആ ഒരു ഭാഗമാണ് നമ്മൾ ഇതിനകത്തേക്ക് പറയുന്നത്. ഇറ്റ് റെക്കഗ്നൈസസ് ദ അവയർനെസ് ആൻഡ് ആക്സെപ്റ്റൻസ് ഓഫ് വൺസ് ഫീലിങ്സ്. നമ്മുടെ ഫീലിങ്സിനെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയുക, കൺട്രോൾ ചെയ്യാൻ കഴിയുക. അതുവഴി ഇമോഷണൽ എക്സ്പ്രഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുക എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. ഇമോഷണൽ വെൽനെസ് ഇൻക്ലൂഡ്സ് ദ ഡിഗ്രി ടു വിച്ച് വൺ ഫീൽസ് പോസിറ്റീവ് ആൻഡ് എൻതൂസിയാസ്റ്റിക് അബൌട്ട് വൺസ് സെൽഫ് ആൻഡ് ലൈഫ്. നമ്മുടെ ജീവിതത്തെ പറ്റിയും നമ്മളെ പറ്റി തന്നെ നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സാധനങ്ങൾ ഉണ്ടായിരിക്കുക എന്നൊക്കെയാണ് ഇമോഷണൽ വെൽനെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഇമോഷൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുക, എക്സ്ട്രീം കണ്ടീഷൻസിൽ പോലും നമുക്ക് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുക. അതിൽ ഏറ്റവും ബെസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് ഇമോഷണൽ സ്റ്റെബിലിറ്റി തന്നെയാണ്. അപ്പം ഇന്നർ ഫീലിങ്സിനെ ആണ് നമ്മൾ ഇമോഷൻസ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത്. ആ എക്സ്പ്രസ് ചെയ്യുന്നതിനെ നമുക്ക് അതിന്റെ മുകളിലൊരു സ്റ്റെബിലിറ്റി നമുക്ക് ഉണ്ടായിരിക്കുക, ഒരു കൺട്രോൾ ഉണ്ടായിരിക്കുക എന്നുള്ളത്. എ വെൽ പേഴ്സൺ മെയിൻറ്റെയിൻ സാറ്റിസ്ഫൈങ് റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ്. ഓഫ് കോഴ്സ് ഈ ഇമോഷണൽ എക്സ്പ്രഷൻസിലൂടെയാണ് നമ്മുടെ പലതരത്തിലുള്ള നമ്മുടെ റിലേഷൻസ് നമുക്ക് ഉണ്ടാവുകയോ നഷ്ടപ്പെടുകയോ സ്ട്രോങ് ആവുകയോ വീക്ക് ആവുകയോ ഒക്കെ ചെയ്യുന്നത്. അപ്പം ഇമോഷണലി ബാലൻസ്ഡ് ആയിട്ടുള്ള അയാൾക്ക് നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്തു പോകാനായിട്ട് സാധിക്കും. അവയർനെസ് ഓഫ് ആൻഡ് ആക്സെപ്റ്റിംഗ് എ വൈഡ് റേഞ്ച് ഓഫ് ഫീലിംഗ്സ് ഇൻ യുവർ സെൽഫ് ആൻഡ് അതേഴ്സ് ഈസ് എസെൻഷ്യൽ ടു വെൽനെസ് ആൻഡ് ഹെൽത്ത്. അപ്പോൾ ഇതിനകത്ത് തന്നെ പറയുന്നത് മറ്റുള്ളവരുടെ ഫീലിങ്ങിനെ പറ്റിയും നിങ്ങളുടെ തന്നെ ഫീലിങ്സിനെ, ഇന്നർ ഫീലിങ്സിനെ പറ്റിയൊക്കെ ഒരു വൈഡ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുകയും ആക്സെപ്റ്റ് ചെയ്യേണ്ടത് ആക്സെപ്റ്റ് ചെയ്യുകയും തള്ളിക്കളയേണ്ടത് തള്ളിക്കളയുകയും മറ്റുള്ളവരുടെ ഫീലിങ്സിനെ അംഗീകരിക്കുകയും ഒക്കെ ചെയ്തു പോകുന്ന ഒരവസ്ഥ. ഇറ്റ് ഈസ് ബെറ്റർ ടു ബി അവെയർ ഓഫ് ആൻഡ് ആക്സെപ്റ്റ് അവർ ഫീലിങ്സ് ദാൻ ടു ഡിനൈ ദം. നമ്മുടെ ഫീലിങ്സിനെ നമുക്ക് തന്നെ ആക്സെപ്റ്റ് ചെയ്ത് അബ്സോർബ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അതിനെ ഡിനൈ ചെയ്യുക, അതിനെ എതിർത്ത് നിന്നുകൊണ്ട് അപ്പോൾ ഒരു സ്ട്രെസ്ഫുൾ സ്ഥാനത്തിലേക്ക് ആ സംഗതി പോകും. അപ്പം അങ്ങനെ പോകാതെ കൊണ്ടു കിടക്കുന്നത്. ഇറ്റ് ഈസ് ബെറ്റർ ടു ബി ഒപ്റ്റിമിസ്റ്റിക് ഇൻ അവർ അപ്രോച്ച് ടു ലൈഫ് ദാൻ പെസിമിസ്റ്റിക്. നമ്മളെപ്പോഴും ശുഭാപ്തി വിശ്വാസം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. സോ നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഫിസിക്കൽ ഫിറ്റ്നസ് ആണ്. നമ്മൾ അതിലേക്ക് പോകുന്നതിന് മുമ്പേ നമുക്ക് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്ന് ചെയ്തിട്ട് പോകാം. നമ്മളിപ്പോൾ നോക്കിയത് ഹെൽത്തിന്റെ ഡയമെൻഷൻസ്, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഹെൽത്തിന്റെ ആയാലും വെൽനെസിന്റെ ആയാലും ഡയമെൻഷൻസ് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. അപ്പോൾ ഡയമെൻഷൻസ്, ഫിസിക്കൽ ഡയമെൻഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ഒക്കുപേഷണൽ ഡയമെൻഷൻ, ദെൻ സോഷ്യൽ ഡയമെൻഷൻ, ഇന്റലക്ച്വൽ ഡയമെൻഷൻ, സ്പിരിച്വൽ ഡയമെൻഷൻ, ഇമോഷണൽ ഡയമെൻഷൻ. ഇത്രയും ഡയമെൻഷൻസ് ആണ് പ്രധാനമായിട്ട് ഹെൽത്തിനായാലും ഈവൻ വെൽനെസ്സിലായാലും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പം ഈ ഡയമെൻഷൻസ് എല്ലാം കൂടെ ഒരു പോസിറ്റീവായിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ഈ ഡയമെൻഷൻസിലൊക്കെ നമുക്കൊരു എബോവ് ആവറേജ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു സാറ്റിസ്ഫൈഡ് ലൈഫ് അല്ലെങ്കിൽ ഒരു ഹെൽത്തി ലൈഫ് എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ആണ് നമ്മൾ അതിനെ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ഈ ഡയമെൻഷൻസ് ആക്കി ഇതിനെ ഒന്ന് അപ്രോച്ച് ചെയ്തത്. ഹോപ്പ്
everybody understood the dimensions of health and wellness.